ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കംപ്ലൈന്റ് വെക്കാൻ വേണ്ടി പോകുന്നത് പത്തനംതിട്ടയിലെ ഒരു ചെറിയ ഫോറസ്റ്റ് ഏരിയയ്ക്ക് ഉള്ളിലുള്ള ഒരു ചെറിയ സ്ഥലത്തേക്കാട്ടോ. നമുക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം നൈസായിട്ട് പാക്ക് ചെയ്ത് നമ്മുടെ മൾട്ടിമീറ്ററിന് മാത്രം വയർ കണ്ടില്ല. അപ്പോൾ നമുക്ക് പുതിയ ഒരെണ്ണം കൂടി മേടിക്കണം. ബാക്കിയെല്ലാം വാരി കൂട്ടി നമ്മൾ നേരെ പോകാൻ ഇറങ്ങി വന്നപ്പോൾ അതാ കിടക്കും. നമ്മൾ ഇറങ്ങുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് ഒരു മഴ ഉണ്ടായിരുന്നു. ആ മഴ വീണാട്ടോ. അവിടെ നമ്മൾ പുതിയൊരു വഴിയും കണ്ടുപിടിച്ച് നേരെ റാന്നിലേക്ക്. നമുക്ക് എങ്ങനെയാലും ഇനി ഒരു മൾട്ടിമീറ്റർ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. അതില്ല നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല എന്നാണ് നമ്മളോട് സർവീസിൽ നിന്ന് പറഞ്ഞത്. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ റാന്നിയിലെ കടയായ കടകളെല്ലാം കയറി ഇറങ്ങാൻ തുടങ്ങി. അതിൽ അവിടെ ഒരു ഓട്ടോച്ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നിരുന്നു പൂക്കടയുടെ അടുത്തുള്ള കടയിൽ കിട്ടുമെന്ന്. അതാണ് നമ്മുടെ പൂക്കട. അവിടെ കിടന്ന് കുറച്ച് നേരം തപ്പിയെങ്കിലും നമ്മുടെ തൊട്ടടുത്തുള്ള ചെറിയ കടയിൽ നമുക്ക് സാധനം കിട്ടിയിട്ടോ. ഓൺലൈനിൽ 150 രൂപ വിലയുള്ള ഈ സാധനം കടക്കാരൻ നമ്മളോട് 300 രൂപയാണ് ചോദിച്ചത്. നമ്മളൊരു 200 രൂപയ്ക്ക് വാങ്ങിച്ചു. അപ്പോൾ ആ സാധനത്തിന് എന്തുമാത്രം വില ഉണ്ടാവും എന്നൊക്കെയുള്ള ഓരോരോ സംശയങ്ങൾ കൊണ്ടാണ് നമ്മളിങ്ങനെ കാട് കയറിക്കൊണ്ടിരുന്നത്. ചിന്തിച്ച് മാത്രമല്ല കേട്ടോ നമ്മൾ കാട് കയറിയത്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് റിസർവ് ഫോറസ്റ്റ് ഏരിയ കൂടിയാണ്. പോയ വഴി കണ്ടതാണ് ഈ ചെറിയ ചോല പോലത്തെ വെള്ളച്ചാട്ടൊക്കെ. ആ വീടിനടുത്തുള്ളതൊക്കെ അടിപൊളിയായിരിക്കില്ലേ. ഫോറസ്റ്റ് റോഡിലെ ഓരോരോ കാഴ്ചകൾ കണ്ടാണ് നമ്മൾ ഈ മെയിൻ ഫോറസ്റ്റ് ഏരിയയിലേക്ക് എത്തി. ഈ റിസർവ് ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അത്തിക്ക എന്ന് പറഞ്ഞ ചെറിയ സ്ഥലത്തേക്ക് എത്താൻ. അത്തിക്കാൻ പക്ഷേ ഞാൻ വിചാരിച്ചതിനും കുറച്ച് ഫേമസ് ആട്ടോ. പത്തനംതിട്ടയിലെ കുറച്ച് ഫേമസ് ആയ പെരുന്തേനരുവി വാട്ടർഫോൾസ് അവിടെയാണുള്ളത്. അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഉള്ള ചെറിയൊരു ഗ്രാമപ്രദേശമാണ് അത്തിക്ക. അത്യാവശ്യം ഞാൻ എടുത്തു പറയാനുള്ള കാരണം എന്ന് വെച്ച് ഞാൻ അങ്ങോട്ട് പോയ വഴിയൊന്നും ഒരു പെട്രോൾ പമ്പ് കണ്ടില്ല. നിലവിൽ എനിക്ക് അവിടെ പെട്രോൾ പമ്പ് ഇല്ലെന്നാണ് തോന്നുന്നത്. ഇതാണ് ഈ സ്ഥലത്ത് ചെറിയൊരു ബസ് സ്റ്റാൻഡ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രളയത്തിൽ ഏകദേശം ഇത് മൊത്തം കവർ ചെയ്ത് വെള്ളം കയറി കേട്ടോ. ഇനിയിപ്പോൾ അതും ആലോചിച്ചുകൊണ്ടിരിക്കുക നമ്മൾ നമ്മുടെ പരിപാടിയിലേക്ക് കയറി. നമുക്ക് ഇവിടെ ഒരു സർവീസ് സെന്ററിലാണ് വണ്ടി അലോട്ട് ചെയ്തിരുന്നത്. ഈ കിടക്കുന്ന നെക്സോൺ ആണ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. ഇതിന്റെ ഇന്റീരിയർ ഫുൾ ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടോ. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ നമ്മൾ ഫുൾ വൈറ്റ് ആയിട്ടാണ് കണ്ടിട്ട് പോയത്. വണ്ടി ഏതായാലും നല്ല രീതിയിൽ പണിഞ്ഞിറങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലായി. നമുക്ക് പിന്നെ ഒത്തിരി വലിയ വർക്കുകൾ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ചെറിയൊരു സെറ്റപ്പ് സെറ്റ് ചെയ്യാൻ മാത്രമുള്ളതുകൊണ്ട് നമ്മൾ പടയുന്ന പരിപാടിയെല്ലാം തീർത്ത് പടയെന്ന് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ ഈ തോട് ശ്രദ്ധിച്ച്. നമ്മളിവിടെ കോട്ടയത്തെങ്ങാണെങ്കിൽ എവിടെയെങ്കിലും വേസ്റ്റ് എങ്ങനെ തള്ളാന്നാണ് നോക്കിയിരിക്കുന്നത്. അവിടെയാണ് ഇത് മൊത്തം നീറ്റായിട്ട് ഇട്ടിരിക്കുന്നത്. നമ്മുടെ പരിപാടിയിൽ അവസാനിച്ചതിലേക്ക് ഞാൻ ഇവിടെ വ്ലോഗ് നിർത്തുകയാണ്. ആ കാടിനുള്ളിൽ കൂടി നല്ലൊരു ഫീൽ അടിച്ച് പാട്ടൊക്കെ കേട്ട് പോകണം. അപ്പോൾ ശരിയെന്നാ, ഓക്കെ, ബൈ ബൈ.